ഹലോ. ആ അതെന്താ നീ ഇന്ന് പോയില്ലേ? ഇനി ഞാൻ പോയിട്ടില്ല. എന്തു പറ്റി? സുഖമില്ലേ? സുഖമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഉം. ഞമ്മളാ ഇനി അടുത്ത പോക്കങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. ആണോ? ഇത്രയും കാലം നീ എവിടെയും ഒന്ന് ഒരു ജോലിക്ക് കയറി പറ്റണം, കോഴ്സ് പാസ്സായതിനു ശേഷം എന്ന് പറഞ്ഞിട്ട് കോഴ്സും പാസ്സായി, ജോലിയും കിട്ടി. ഇനിയിപ്പോ അവിടെ പോകുന്നില്ലേ? അത് പറ്റി? അവസരം പാസ്സായി ജോലിയും കിട്ടി. കിട്ടിയ ജോലി നന്നായിക്കണ്ടേ? ഉം. അതെന്താ? പൈസ മടുത്ത്. എന്താ ബ്യൂട്ടീഷ്യന്റെ പണിയല്ലേ നിനക്ക് കിട്ടിയേ? കൊണ്ട് പിന്നെ അതെന്താ? ഒന്നുമില്ല. ആടത്തെ അവര് അത്ര ശരിയില്ലടാ. ശരിയില്ലേ? അതെന്താ? ഉം. അതെന്താ? അതിന്റെ മുതലാളി പെണ്ണുങ്ങളി. അത് മുതലാളി പെണ്ണല്ലേ? ഒരു ലേഡി അല്ലേ? ആ ലേഡി തന്നെ. ലേഡി നടത്തുന്നുണ്ട്. എന്താ സ്വഭാവം ശരിയല്ലേ? ലേഡിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമില്ല. അതെന്താ? ശമ്പളം കിട്ടിയില്ലേ? ശമ്പളം കൃത്യമായിട്ട് വരും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെന്താടി നിനക്ക് പ്രശ്നം? പിന്നെ പറഞ്ഞാല് വഴക്ക് പറയുന്നുണ്ടോ? അത് വഴക്കൊന്നുമില്ല. സ്നേഹമാണ്. അത് കുറച്ച് കൂടുതലാണ്. അത് ശരി. നിനക്ക് സ്നേഹമാണോ കൂടുതല്? ഒരിച്ചിരി നമുക്ക് ഇങ്ങോട്ട് വന്നേക്ക്, അധികം ഉണ്ടെങ്കിൽ. എനിക്ക് പറ്റുന്ന സ്നേഹമൊന്നുമല്ല. പിന്നെ കുഴപ്പമുണ്ടടാ. എന്ത് കുഴപ്പോ? നിന്നോട് ഞാനിങ്ങനെ പറയണ്ടത്. നീ പറയാൻ പാടില്ലാതെ എന്ത് എന്ത് കുഴപ്പാ? അല്ല, നിന്നോട് തന്നെയല്ലേ ഞാൻ പറയില്ലേ. പറ. അത് പിന്നെ ആ ലേഡി ഇല്ലേ, അത്ര വലിയ നല്ല ആളൊന്നുമല്ല കേട്ടാ. അവര് പിന്നെ അവര് ആരും ഇല്ലാത്ത സമയമില്ലേ, ഈ കസ്റ്റമർ ഒന്നും ഇല്ലാത്ത സമയം, അപ്പൊ ഞാനും അവര് മാത്രമേ ഉണ്ടാവും. അപ്പൊ അവര് എന്നോട് പറയൂ, പിന്നെ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരൂ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് മസാജ് ചെയ്യുന്നത് മുഖത്തല്ലേ ചെയ്യുമോ, ഇതൊന്നും ചെയ്തിട്ട്. അങ്ങനെ ലേഡി ആണല്ലോ. പിന്നെ അവർക്ക് ഉള്ള ശരീരം മൊത്തം മസാജ് ചെയ്യുന്നു. ശരീരം മൊത്തം? അതിനെന്താ ഒന്നും മസാജ് ചെയ്ത് വെച്ചാൽ നിനക്ക് എന്റെ ജോലിന്റെ ഭാഗമല്ലേ? എന്റെ കൈ കാഴ്ചയോടെയോ? അതിനല്ല, അവർക്ക് മസാജ് ചെയ്യുന്നത് അവര് വേറെ ഉദ്ദേശത്തില്ല. എന്നെ കൊണ്ട് വേണ്ടാതെല്ലാം ചെയ്തു. നിന്നെ കൊണ്ടാ? നിന്നെ കൊണ്ട് വേറെ അത് എന്ത് ചെയ്യിക്കാണ്? എനിക്ക് അതൊരു എന്താ പറയണ്ടേ, ഇത് ഒരു സുഖാന്ന് തോന്നി. എന്തൊക്കെ ചെയ്യിക്കോ? അവര് മൊത്തത്തില് മറ്റേ ഒരു ഇവൻ മുതല് ഇങ്ങനെ കാല് വരെ എന്നെ കൊണ്ട് മസാജ് ചെയ്യിക്കും. പിന്നെ അവർക്ക് കുറച്ച് ഇതുണ്ട് കേട്ടാ, വേണ്ടാത്ത സ്വഭാവമുണ്ട്. എന്നെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യിക്കും. അല്ല, അതെങ്ങനെ? അവർക്ക് ഒന്നും അറിയില്ല. പെണ്ണിന്റെ വലിയ എന്തോ ഒരു താല്പര്യമുള്ള പോലെയാണ്. അത് ശരിയാ. എല്ലാവരും കല്യാണം എല്ലാം കഴിഞ്ഞാല് നല്ല സ്റ്റൈല സ്ത്രീയല്ലേ? കല്യാണം കഴിഞ്ഞാണ്, പക്ഷെ ആണുങ്ങൾ അത്ര കൊടുക്കൂലേ സംശയമുണ്ട്. ഓ, അത് ശരി. ഇപ്പം മനസ്സിലായി. മോളെ. അപ്പോ മറ്റേതല്ലേ, ഒരേ ടീംസ് ആയിട്ടുള്ള കളിയാന്ന് ഉദ്ദേശിക്കുന്നല്ലേ? അതായിരിക്കും.
അവർക്ക് നോക്കുമ്പോ അനക്ക് ഒരു മാതിരി അത് മടുത്ത്. പിന്നെ നീ മനസ്സഘടന ചെയ്തു കൊടുക്കാനല്ലേ ഉള്ളൂ, അതിനെന്ത്? ശരി, അനക്കത് ഇഷ്ടപ്പെടണ്ടേ? ആണുങ്ങളിലാണെങ്കിൽ സാരില്ല. ഓഹോ, അത് ശരി. അപ്പൊ ആണുങ്ങൾ പറ്റുമല്ലേ? നമ്മള് സാധാരണ ചെയ്യുന്നതാണല്ലോ ചെയ്യുക. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇവര് എപ്പോഴും ആളില്ലാതെ എപ്പോഴും ഇത് തന്നെയാണോ പരിപാടി? അപ്പൊ എനിക്ക് അങ്ങനെ വരാണ്ടിരിക്കുന്നില്ലേ, അതൊക്കെ പേടിയാണ്. ഇവര് എന്നെ കുറിച്ച് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പൊ ശരിക്ക് എന്തെല്ലാം ചെയ്യേണ്ടെന്നു? എന്തൊക്കെ ഉണ്ട്. മസാജ് ചെയ്യുമ്പോ അങ്ങനെ ഡ്രസ്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ലാതെയൊക്കെയാണോ ചെയ്യിക്കുന്നത്? പകുതി ഉണ്ടാവും. മസാജ് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ പാലൊക്കെ കുടിപ്പിക്കുവോ? മസാജ് മാത്രമൊന്നുമല്ല, പുള്ളി എനിക്ക് ഇഷ്ടാകാത്തത് പലതും ചെയ്യാം. നമ്മളെങ്ങനെയാണ് ആണുങ്ങളുമായിട്ട് പെരുമാറുന്നത് അതുപോലെയെല്ലാം ചെയ്യും. അവിടെ ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇനി പെണ്ണല്ലോ. പിന്നെന്താ, ഞാന് അവിടെ എന്തെങ്കിലും ഒരു വാച്ച്മാന്റെ ജോലി ആയിട്ടുണ്ടോ? പെണ്ണുങ്ങളെ നിർത്തൂ, നീ എന്തിനാണ്? അത് ബ്യൂട്ടീഷ്യൻ പഠിച്ച നിർത്തുള്ളൂ, അതെനിക്കറിയാം. ഞാൻ ബ്യൂട്ടി പാർലറിൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ, ലേഡീസിന്റെ അല്ലേ, ജെന്റ്സ് അല്ലല്ലോ. അങ്ങനെയല്ലേ പെണ്ണുങ്ങളെ കൊണ്ട് നീ പെണ്ണാണെങ്കിൽ പറയുമ്പോ ഒരേ ടീംസിനെ പറ്റുമോ നിർത്തല്ലേ? അത് ഇല്ല, അതില് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ഇങ്ങനെ ആണ് അവരെ ഇങ്ങനെ പറയുന്നു. ഇത് തമ്മിലുണ്ടല്ലേ? ഉണ്ടാവും, ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇത് നമ്മളെ കണ്ണുമ്പോഴും പെട്ടിട്ടില്ല. പക്ഷെ ആണുങ്ങളെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ഒന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് ശമ്പളമൊക്കെ കൂട്ടിത്തരാൻ പറഞ്ഞാൽ മതി. എന്താ? എനിക്കിഷ്ടമില്ല. കാണാൻ നല്ല സ്റ്റൈലാണല്ലോ. മോശമില്ല. ഞാൻ 1-2 വട്ടം കണ്ടു. സ്വന്തമായിട്ട് ഒരു ആൾട്ടോ കാറിലല്ല വരുന്ന, പ്രൈവറ്റ് വരുന്നതാണ്. നല്ലുണ്ട്. അങ്ങനെ പോരല്ലോ, സ്വഭാവം സ്വഭാവം അത്ര. ഞാൻ വിചാരിച്ച് നിന്നെ വഴക്ക് പറയുകയും പ്രശ്നമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായാലെന്താ പ്രശ്നം? ഇത് എനിക്കിഷ്ടമില്ലാതെ ഒരു ജോലിയല്ലേ. നീ ജസ്റ്റ് ഒന്ന് അവരോട് ഒരു സൗഹൃദമൊക്കെ കാണിച്ചൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. അവർക്കൊരു നിന്നെ കൊണ്ട് കിട്ടുന്നൊരു ഹെൽപ്പല്ലടൂ. പറ്റുന്നില്ല, ഞാനിത് ഒഴിവാക്കി. എന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് കൊതിയാവുന്നു ഒന്ന് അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ നീ ഏതെങ്കിലും ആളുകളുടെ പോയി നിൽക്കും. അതെന്തിനാ? ഇത് ഇത്ര നല്ലൊരു അവസരം ഉണ്ടാകുമ്പോ ചിലപ്പോ ഇല്ലേ, അവർക്ക് ചിലപ്പം നല്ലൊരു ആണുങ്ങളെ കൂടെ കളിക്കാനുള്ളൊരു അവസരം കിട്ടാറുണ്ടായിരിക്കും. അയ്യോ, അതൊന്നും അല്ല. ആരാ പറഞ്ഞതല്ല? അവരുടെ ആത്മനില നല്ലതാ. കാണാൻ ഭംഗിയിലേക്കുള്ള വേണ്ടേ, കളി അറിയണ്ട നമ്മളെ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ ബ്യൂട്ടി പാർലറിൽ എന്തായാലും നിങ്ങളുടെ ലേഡീസ് അല്ലേ ഉള്ളൂ, അത് നീയല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും. പിന്നെ അതേ സ്ഥാനത്തൊരു എന്നൊക്കെ പോലത്തെ ഒരാളായിരുന്നെങ്കിൽ നിന്നൊന്നും അടുപ്പിക്കൂല. അന്ന്
പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് പ്രത്യേക ഒരു രീതിയിലാണ്. ഉം? പ്രത്യേക ഒരു അവരൊരു രീതിയുണ്ട്. ഉം. ഉം. ഞാൻ ആ രീതി ഒന്നോർത്തപ്പോരെ. ഈ പെണ്ണല്ലോ. എനിക്ക് മനസ്സിലായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉം. പക്ഷെങ്കിൽ ആ രീതി നമ്മളങ്ങ് ചെയ്താ പോരെ. നമുക്ക് അത് ശരിയാവില്ല. പണ്ടാരണ്ട പറഞ്ഞ പോലെ കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ അതും തീരുന്ന പറഞ്ഞാവൂലേ. എനിക്ക് അതിന് പെണ്ണുങ്ങളെ ഇതൊന്നും ഇല്ലല്ലോ. ഇത് വേറൊന്നും അതെല്ലാം പോണ എല്ലാം വേണം. അങ്ങോട്ട് ചെയ്ത് കൊടുത്തപ്പോരെ. ഉം. അങ്ങോട്ടേക്കും ചെയ്ത് കൊടുത്തപ്പോരെ. തിരിച്ചിങ്ങോട്ടും ഉണ്ടോ? ഇങ്ങോട്ട് ഉണ്ടാക്കി ഈ അത് അങ്ങനെ ഇല്ല. അത് പറയാൻ മതിയല്ല. ഞാൻ ഇനി അവിടെ പോകുന്നില്ല. അടുത്ത് നീ ഒഴിവാക്കണ്ട. പെട്ടെന്ന് ഏതെങ്കിലും ജോലി ആകുന്നവരെ ഇത് പിടിച്ച് നിൽക്ക്. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒരു രസമായിട്ട് അങ്ങ് എടുക്കുകയെന്ന്.